ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മല്ലോക. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം ഒന്നും വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ഇത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം ഒന്നും വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ഹാർട്ട് ബീറ്റ്സ് 2 എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചാരുലേഷ് അതുപോലെ തന്നെ അനുമോൾ, ദീപ ബാലു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ഡ്രാമ വിധത്തിലെടുത്താവുന്ന ഒരു വെബ് സീരീസാണ് ഹാർട്ട് ബീറ്റ്സ് 2 എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. ഈ മാസം 22-ാം തീയതി ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഇരു എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ഡെയിൻ ഡേവിസ് അതുപോലെ തന്നെ രാജീവ് രാജൻ, രഞ്ജി പണിക്കർ, വിഷ്ണു ഗോവിന്ദ്, നയന എൽസ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഇതിലെടുത്താവുന്ന ചിത്രമായിരുന്നു ഇരു എന്ന് പറയുന്നത്. 2023 ജനുവരിയിൽ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശശികുമാർ, സിമ്രാൻ, യോഗി ബാബു, രമേശ് തിലക്, MS ഭാസ്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ വിധത്തിലെടുത്താന്ന് ഒരു കൊച്ചു ചിത്രമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത്. മെയ് മാസം 1-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ മൂവിയായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന് ലീക്ക്ഡ് റിലീസ് ഇപ്പോൾ ഇൻഡസൻ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസായിട്ട് ഇപ്പോൾ ടെലിഗ്രാമിലൂടെ കറങ്ങി നടക്കുന്നുണ്ട്. ഒഫീഷ്യലി ഈ ചിത്രത്തിൻ്റെ റിലീസ് ജൂൺ മാസം 5-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഭയമാരിയ ബ്രഹ്മൈ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ഗുരു സോമസുന്ദരം, ആരിഷ് ഉത്തമൻ അതുപോലെ തന്നെ ജോൺ വിജയ്, സായി പ്രിയങ്ക എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ ഡ്രാമ വിധത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഭയമാരിയ ബ്രഹ്മൈ എന്ന് പറയുന്നത്. ഈ ചിത്രം കഴിഞ്ഞ വർഷം ജൂണിൽ തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു കുഴപ്പമില്ലാത്തൊരു വെച്ച് നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ തമിഴ് ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം ഇപ്പോൾ കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹണ്ട് എന്ന് പറയുന്ന ചിത്രത്തിനെ കുറിച്ചിട്ടൊരു അപ്ഡേറ്റ് ആണ്. പ്രേക്ഷകർ ഒരുപാട് പേര് കാത്തിരുന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഭാവനയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. ഭാവന, രഞ്ജി പണിക്കർ, ചന്തുനാഥ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിലെടുത്താവുന്ന ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് മനോരമാക്സും അതുപോലെ തന്നെ സിംപ്ലി സൗത്താണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 23-ാം തീയതി സിംപ്ലി സൗത്തിലൂടെയും മനോരമാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അഭിലാഷം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ സൈജു കുറുപ്പ്, അർജുൻ അശോകൻ, തൻവിറാം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ വിധത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു അഭിലാഷം എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമാക്സും ആണ്. സിംപ്ലി സൗത്തുമാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 23-ാം തീയതി സിംപ്ലി സൗത്തിലൂടെയും മനോരമാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഹിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വലമൈ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രേംജി അമരൻ അതുപോലെ തന്നെ ദിവ്യദർശിനി, ദീപ ശങ്കർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വിധത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് വലമൈ എന്ന് പറയുന്നത്. ചിത്രം കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആഹ തമിഴ് അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് അതുപോലെ ടെൻഡാക്കോട്ടയാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 23-ാം തീയതി ടെൻഡാക്കോട്ടയിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സുമോ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ശിവ, പ്രിയ ആനന്ദ്, യോഗി ബാബു, സതീഷ്, VTV ഗണേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ വിധത്തിലെടുത്താവുന്ന ഒരു കോമഡി ചിത്രമായിരുന്നു സുമ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു അനക്കൊക്കെ സൃഷ്ടിച്ചു പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് സൺനെസ്റ്റും അതുപോലെ തന്നെ ടെൻഡാക്കോട്ടയാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 23-ാം തീയതി ടെൻഡാക്കോട്ടയിലൂടെയും അതുപോലെ തന്നെ സൺനെസ്റ്റിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. റിട്രോ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൂര്യ അതുപോലെ തന്നെ ജോജു ജോർജ്, ജയറാം,
കരുണാകരൻ, പൂജ ഹെഡ്ജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമത്തിലൂടെ തന്ന ചിത്രമായിരുന്നു. റൊമാൻറ്റിക് ചിത്രമായിരുന്നു റിട്രോ എന്ന് പറയുന്നത്. ഈ മാസം 1-ാം തീയതി റിലീസ് ചെയ്ത് തിയേറ്ററിൽ 2 ആഴ്ചയ്ക്ക് ശേഷം വാഷ് ഔട്ടായി വീട്ടിലെ ഒരു ചിത്രമായിരുന്നു റിട്രോ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഈ വരുന്ന ജൂൺ മാസം 5-ാം തീയതി റിലീസ് ചെയ്യുന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. അതിന് പുറമെ ചിത്രം ഈ വരുന്ന മെയ് മാസം 23-ാം തീയതി ലീക്ക്ഡ് റിലീസ് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു റൂമേഴ്സ് പ്രകാരം കിട്ടിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് ആണ്. അതിൽ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമത്തിലൂടെ താമസിച്ചിട്ടായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത്, മനോരമ മാക്സ്, ആമസോൺ പ്രൈമാണ്. ഇതിൽ ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്തുനിന്ന് സർപ്രൈസ് റിലീസായിട്ട് ഈ വരുന്ന മെയ് മാസം 23-ാം തീയതി റിലീസ് ചെയ്യുന്നൊരു റൂമറൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബിഗ് ബെൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അനു മോഹൻ, അതിഥി രവി, അതുപോലെ വിനയ് ഫോർട്ട്, മിയ ജോർജ്, വിജയ് ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ബിഗ് ബെൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ സൺനെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സൺനെസ്റ്റ് 28-ാം തീയതി റിലീസ് ചെയ്യുന്ന പറഞ്ഞ് ഏപ്രിൽ 28-നൊക്കെ റിലീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒഫീഷ്യലി അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഫ്ലവേഴ്സിലൂടെ ഈ ചിത്രം ഈ വരുന്ന മെയ് മാസം 25-ാം തീയതി ഞായറാഴ്ച ടെലിവിഷൻ പ്രീമിയറായിട്ട് റിലീസ് ചെയ്യുന്നൊരു അപ്ഡേറ്റ് ഉണ്ട്. ചിലപ്പോൾ അതിന് ശേഷം സൺനെസ്റ്റിലൂടെ ചിത്രം റിലീസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സിക്കന്ദർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൽമാൻ ഖാൻ, രശ്മിക മന്ദാന, കാജൽ അഗ്രവാൾ, സത്യരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു സിക്കന്ദർ എന്ന് പറയുന്നത്. തമിഴിലെ പോപ്പുലർ ആയിട്ടുള്ള ഡയറക്ടർ AR മുരുകദാസ് സംവിധാനം ചെയ്ത ചിത്രം കൂടിയായിരുന്നു സിക്കന്ദർ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ഒരു എന്താ പറയുക അൺടോൾഡ് സോഴ്സിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിത്രം ഈ വരുന്ന മെയ് മാസം 23-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫൂട്ടേജ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മഞ്ജു വാര്യർ, വിശാഖ് നായർ, അതുപോലെ തന്നെ ഗായത്രി അശോക് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ കാറ്റഗറിയിലൂടെ താന്നൊരു ചിത്രമായിരുന്നു ഫൂട്ടേജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു കളക്ഷനൊക്കെ നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 26-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡൊമിനിക്കൻ ലേഡീസ് സ്പോർട്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മുക്ക, ഗോകുൽ സുരേഷ്, അതുപോലെ സിദ്ദിഖ്, ഗൗതം വാസുദേവമേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഗൗതം വാസുദേവമേനോൻ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ഡൊമിനിക്കൻ ലേഡീസ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന മെയ് മാസം 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഒഫീഷ്യൽ കൺഫർമേഷനൊക്കെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തുടരും എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒരു അഴിഞ്ഞാടിയിട്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു തുടരും എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മോഹൻലാലിന് പുറമെ നമ്മുടെ ശോഭന, അതുപോലെ തന്നെ ബിനു പപ്പു, മണിയമ്പിള്ള രാജു അങ്ങനെ ഒട്ടനവധി വലിയൊരു താരനിരയോട് കൂടി വന്നിട്ട് തിയേറ്ററിൽ വലിയൊരു ഹിറ്റ് അടിച്ചിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന മെയ് 29-നോ 30-നോ എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ചിത്രം റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. അക്ഷയ് കുമാർ, R മാധവൻ, അനന്യ പാണ്ഡ്യ, അതുപോലെ തന്നെ രഗീന കസാൻഡ്ര എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോർട്ട് റൂം ഡ്രാമത്തിലൂടെ താന്ന ചിത്രമായിരുന്നു കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 5-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നെസ്ലിൻ കപൂർ, ഗണപതി, സന്ദീപ് പ്രദീപ്, അതുപോലെ തന്നെ ലുക്മാൻ അവറാൻ, ബേബി ജീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമത്തിലെടുത്ത് തന്നൊരു ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയമൊക്കെ നേടിയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ഇപ്പോൾ ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജൂൺ മാസം പകുതിയോടെ ആയിരിക്കും ചിത്രം റിലീസ് ചെയ്യാൻ സാധ്യത
സാധ്യതയുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTs വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ നാനി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ ശ്രീനിധി റെഡ്ഡി എന്നുകൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്തു വന്നൊരു ചിത്രമായിരുന്നു ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറയുന്നത്. ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 5-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTs വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജാട്ട് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സണ്ണി ഡിയോൾ, അതുപോലെ തന്നെ രൺദീപ് ഹൂഡ, ജീന കസാൻഡ്ര, ജഗപതി ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ പാക്കഡ് ഫുള്ളി മസാല മൂവിയായിരുന്നു ജാട്ട് എന്ന് പറയുന്നത്. ഏപ്രിൽ മാസം റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന മെയ് മാസം 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTs വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. നമ്മുടെ ആസിഫ് അലി, ദീപക് പറമ്പോൾ, അതുപോലെ തന്നെ ദിവ്യപ്രഭ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ വിധത്തിലെടുത്ത ചിത്രമായിരുന്നു സർക്കിട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള സോണി ലീവാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നുള്ള കുറിച്ചൊരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTTs വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ദിലീപ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ ബിന്ദു പണിക്കർ, സിദ്ദിഖ് എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ ബദലെടുത്ത ഒരു കോമഡി മൂവിയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമ മാക്സും അതുപോലെ തന്നെ നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല. OTT റൈറ്റ്സ് വാങ്ങിയിട്ടുള്ള എൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ചിത്രത്തിൻ്റെ OTTs വേണ്ടി.